കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ കിൻഡർ ഗാർഡൻ കുട്ടികളുടെ ഗ്രാജുവേഷൻ സെറമണിയും ലാംഗ്വേജ് ലാബ് ഉദ്ഘാടനവും നടന്നു. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഗ്രാജുവേഷൻ സെറമണിയും ലാംഗ്വേജ് ലാബും ഉദ്ഘാടനം ചെയ്തു. കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ കിൻഡർ ഗാർഡൻ വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ സെറമണിയും ലാംഗ്വേജ് ലാബിന്റെ ഉദ്ഘാടനവും നടന്നു. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഗ്രാജുവേഷൻ സെറമണിയും ലാംഗ്വേജ് ലാബും ഉദ്ഘാടനം ചെയ്തു. ഞാനും ഒന്ന് ഞെട്ടി. ഇപ്പൊ ഗ്രാജുവേഷൻ സെറമണി എന്നൊക്കെ പറയുമ്പം സാധാരണ ഒരു പ്രൊഫഷണൽ കോഴ്സിൽ മാത്രമാണ് ഗ്രാജുവേഷൻ സെറമണി നമുക്ക് ലഭിക്കുന്നത്. നമുക്കറിയാം മെഡിസിനും എഞ്ചിനീയറിംഗും ഒക്കെ കഴിയും. മെഡിസിനൊക്കെ കഴിയുമ്പോഴും എഞ്ചിനീയറിംഗ് കഴിയുമ്പോഴും ഞങ്ങൾക്ക് നമുക്ക് LLB കഴിയുമ്പോൾ പോലും ബാർ അസോസിയേഷനിൽ പോയിട്ടുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ നിങ്ങളുടെ പോലെ ഈ ഗ്രാജുവേഷൻ സെറമണി കിട്ടുന്ന അപൂർവം ഭാഗ്യമായിട്ട് കുറച്ചു പേർക്ക് മാത്രമല്ല. നമുക്ക് ഓത്തുണ്ട് എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഇതുപോലെ ഒരു ചെറിയ ക്ലാസ് മുതൽ തന്നെ പഠനത്തെക്കുറിച്ച് അഭിമാനത്തോടെ ഓർക്കാൻ ഞങ്ങൾ ഗ്രാജുവേറ്റഡ് ആയി LKG UKG 170 പേര് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോവാം. അപ്പൊ അവരുടെ ജീവിതത്തിലെ അവർക്കൊരു നല്ല മെമ്മറി ആയിരിക്കും ഇത്. വരുന്ന ക്ലാസ്സുകളിൽ വാശിയോടെ പഠിക്കാനും പിന്നെ സ്വന്തമായിട്ട് നമുക്ക് എപ്പോഴും വേണ്ടത് അഭിമാന ബോധമാണ് അല്ലേ? എല്ലാവർക്കും വേണ്ടത് അഭിമാന ബോധമാണ്. എന്നെ കൊള്ളാമെന്ന് എനിക്കും നിങ്ങളെ ഓരോരുത്തരെയും കൊള്ളാമെന്ന് നിങ്ങൾക്കും തോന്നെടുത്താൽ നമുക്ക് വിജയിക്കാൻ കഴിയുന്നത്. നമ്മളെല്ലാം നമ്മൾ കൊള്ളാമെന്ന് തോന്നണം. എപ്പോഴും നമ്മളെ കൊള്ളില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത് നമ്മുടെ തീർന്നു. എല്ലാവർക്കും കഴിവുകളുണ്ട്. ഞാൻ നോക്കിയിട്ട് 21ാം നൂറ്റാണ്ടിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങള് എക്സ്ട്രാ ഓർഡിനറിയാണ്. അസാധ്യമായിട്ടുള്ള കഴിവും ശേഷിയുമുള്ള കുഞ്ഞുങ്ങളാണ് പിറന്നു വീഴുന്നത്. അസാധ്യമായിട്ടുള്ള കഴിവാണ്. എനിക്കൊന്ന് ശാസ്ത്രത്തിന്റെയും ഈ സയൻസിന്റെയൊക്കെ ഡെവലപ്മെന്റിന്റെ കാലത്ത് നമ്മൾ പറയുമല്ലോ, നിർമ്മിത ബുദ്ധിയുടെ കാലത്തൊക്കെ ജനിച്ചു വീഴുമ്പോൾ അങ്ങനെ ആയിരിക്കാം എന്ന് ഞാൻ ചിന്തിച്ചു പോവാണ്. നമ്മൾ കാണുന്ന കുഞ്ഞുങ്ങളുടെ അവരുടെ ലോജിക്ക്, അവരുടെ ആ ഒരു ചിന്തയുടെ ആ ഒരു തോട്ട് പ്രോസസ്സിംഗിന്റെ ഒരു വേ ഒക്കെ ഉണ്ടല്ലോ. നിങ്ങളിപ്പോ നിങ്ങളുടെ മക്കളല്ലേ, നിങ്ങൾക്കറിയാലോ. ഞാൻ കാണുമ്പോൾ ചെറിയ മക്കളിൽ ഞാൻ കാണുന്ന പ്രത്യേകതകളാണത്. വളരെയധികം ഡിഫറെന്റ് ആയ കുട്ടികളാണ്. ആ ഡിഫറെന്റ് ആയ കുട്ടികളെ കൂടുതൽ ഡിഫറെന്റ് ആക്കാൻ വേണ്ടി ഇന്നിപ്പോ ഇവിടെ ലാംഗ്വേജ് ലാബ് ഇപ്പൊ ഞങ്ങൾ അവിടെ ഇനാഗുറേറ്റ് ചെയ്തു. ഇപ്പൊ അവിടെ ഒരു മകൾ ഇരിപ്പുണ്ട്. അവൾക്ക് നല്ല കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മൾ ഫ്ലുവന്റ് ആയിട്ട് പലർക്കും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷെ ഓരോ രാജ്യത്തേക്ക് പോകുമ്പോൾ അതാത് രാജ്യത്തിൻ്റെതായിട്ടുള്ള ആ ഭാഷയിൽ നമ്മൾക്ക് കൃത്യമായി സംസാരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നിങ്ങളെ ഇവിടെ പഠിച്ചു വരുന്ന മക്കളെ പ്രാപ്തരാക്കാൻ വേണ്ടി നല്ല ഒന്നാന്തരം ലാംഗ്വേജ് ലാബാണ് അവിടെ. ഞാനത് കണ്ടിട്ടൊന്ന് കണ്ണു വെച്ചിട്ട് ഞാൻ സർക്കാർ സ്കൂളുകളിൽ കൂടി ചെയ്യാനായിട്ട് എന്റെ എസ്റ്റിമേറ്റ് ഒക്കെ ചോദിച്ചിട്ട് നിൽക്കുക. കിൻഡർ ഗാർഡൻ പഠനം പൂർത്തിയാക്കിയ 170 കുട്ടികൾ സെറമണിയിൽ പങ്കെടുത്തു. കുട്ടികളുടെ മനസ്സിൽ മാനുഷിക മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിന് മാതാപിതാക്കൾക്കുള്ള പങ്കിനെ കുറിച്ച് MLA പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ ഭാഷാ നൈപുണ്യം വർദ്ധിപ്പിക്കാനുള്ള സംവിധാനമാണ് ലാംഗ്വേജ് ലാബെന്നും ഇത് വിജയകരമാകുമെന്നും MLA പറഞ്ഞു. സ്കൂൾ മാനേജർ പ്രൊഫസർ ഡോക്ടർ P. പത്മകുമാർ അധ്യക്ഷനായി. PGക്കായാലും MPയിലായാലും PhDക്കായാലും ഇത്തരത്തിലൊരു ചടങ്ങിൽ പങ്കെടുക്കാനുള്ള മഹാഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മൾ കുരുന്ന് മാലാഖമാർക്ക് അത്തരമൊരു അത്യപൂർവമായ ഒരു അനുഭവമാണ്, അതിന്റെ ഒരു സാകല്യമാണ് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. ഈ തീരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരം ഒരു വലിയ അനുഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ ഈ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നു എന്ന് പറയുമ്പോൾ അത് അവരുടെ ജീവിതത്തിലെ അനർഘമായ നിമിഷങ്ങളിൽ ഒന്നായി മാറുകയാണ്. ഇനി ഇവിടെ തുറന്നിടുന്ന ജാലകങ്ങൾ, വിദ്യാഭ്യാസത്തിന്റെ ജാലകങ്ങൾ, അത് സ്വദേശത്തായാലും വിദേശത്തായാലും പുതിയ പന്താവുകളിലേക്കാണ് ഈ കുരുന്നുകൾ നയിക്കുന്നത്. വ്യവസ്ഥാപിതമായിട്ടുള്ള വിഷയങ്ങളിലുപരി ഇന്നിപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള അധുനാധുനങ്ങളായിട്ടുള്ള വിഷയങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേർന്നിരിക്കുകയാണ്. റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയിട്ടുള്ള ആ ഒരു മേഖലകളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രവേശിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു. ഇന്ത്യൻ വംശീയയായ സുനിത വില്യംസിന് പോലും ബഹിരാകാശ ശാസ്ത്രത്തെ കുറിച്ച് പഠിക്കാനും പ്രായോഗികമാക്കാനും ദീർഘകാലം ബഹിരാകാശത്ത് പോകാനുള്ള ആ ഒരു അവസരം കിട്ടിയത് ഈ കുഞ്ഞുങ്ങൾക്ക് പകർന്ന ഒരു ഉത്സാഹവും ഊർജവുമാണ്. അതിന്റെയൊക്കെ പിൻബലത്തിലായിരിക്കും ഈ കുഞ്ഞുങ്ങൾ നാളുകളിലേക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് പറന്നു ഉയരുന്നത്. ഞാൻ ദീർഘികയിലെ ബഹുമാന്യമായിട്ടുള്ള MLAക്ക് ഇനിയും ഏറെ ചടങ്ങുകളുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം വളരെ പരിമിതപ്പെടുത്തുകയാണ്. ഇന്നിവിടെ സ്കൂൾ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ SB ശ്രീജയ സ്വാഗതം പറഞ്ഞു. I am so privileged to be here with all of you in this beautiful evening because I know you all are very eagerly waiting for a young one's graduation ceremony. That means
Our small kids satisfactorily completed the first phase of education. From your side, the students are migrated to our campus. Your parents and grandparents trusted us, and our teacher motivated your students and inculcate more civilization and culture imbibed in them. Now, they are the small treasures or the gems of the society. They know well how to behave in the social side, and they know how to respect the elder ones. They are motivated to speak English. With a laughing face, they can say, "Good morning, ma'am. Good morning, father. Good morning, friend," like that. Anyhow, now the students are entered into a new era of education. സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ, ട്രഷറർ പ്രൊഫസർ ടി.എം. സുകുമാരബാബു, PTA പ്രസിഡന്റ് നാരായണദാസ്, മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, വൈസ് പ്രിൻസിപ്പൽമാർ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ കലാവിരുന്നും നടന്നു. CDNet ന്യൂസ്, കായംകുളം.